നമസ്കാരം. ഒരു വീഡിയോ കൂടെ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇപ്പം നമ്മുടെ ഹൈറിച്ച് കമ്പനിയുടെ MD പ്രതാപൻ സാറ് അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. അപ്പോൾ ഈ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ കമ്പനി പൂട്ടിക്കുക, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ ഒരാളുടെയും വരുമാനം കിട്ടുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശവും അതിലില്ല. കാരണം നിങ്ങൾക്ക് കിട്ടത്തില്ല. ക്ലിയറായിട്ട് പറഞ്ഞുതരാം, കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ഇത് പ്രതാപൻ സാർ തിരിച്ചു വരികയും ഹൈറിച്ച് തിരിച്ചു വരികയും ചെയ്തതില്ലാതെ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയാണ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്, എന്താ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്, ഈ കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കുന്ന പൈസ, ബിസിനസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പൈസ, വരുമാനം കൊടുത്തിരിക്കുന്ന പൈസ, പിന്നെ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് നടക്കേണ്ടതിൻ്റെ ആവശ്യം ഒക്കെ ഉണ്ടല്ലോ. പിന്നെ കാരണം നിങ്ങളൊരു ബാങ്കിലല്ലല്ലോ നിക്ഷേപിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെയ്ത കാര്യം നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ആ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ, ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന്, ആ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പൈസ നിയമപരമായിട്ട് എങ്ങനെ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാം. അത് ഒന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടോ, ആ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് ആരെങ്കിലും വാങ്ങിച്ചിട്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടോ ആണ് ഒരു കമ്പനിയെ, ഒരു ബിസിനസ്സിനെ നിയമപരമായിട്ട് ഒരാൾക്ക് സഹായിക്കാൻ പറ്റുക. അപ്പോൾ ആ സഹായം, ആ ഹെൽപ്പും ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തത് വഴി നിങ്ങൾക്ക് എന്താ നിങ്ങളെ ഹൈറിച്ചിൻ്റെ ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലെയും നമ്മൾ ഈ റോയൽറ്റിയും മറ്റ് ഇൻകം ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നിങ്ങളെയും ഹൈറിച്ചും ഒരു മൾട്ടി ലെവൽ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് ഹൈറിച്ചിൽ നിങ്ങളെ ഒരു പാർട്ട്ണറാക്കി, ഒരു പ്രൊമോട്ടറാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വീക്ക്ലി റോയൽറ്റി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇൻകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റോയൽറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിന്നെ അത് നിയമപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലെല്ലാം തന്നെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അത്, റോയൽറ്റി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റോയൽറ്റി, ഇൻസെൻറ്റീവ്, അങ്ങനെ പല പേരുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇൻകം തന്നെയാണ് ഹൈറിച്ച് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ട് ഒരു തെറ്റുകളുടെ കാര്യമൊന്നുമല്ല, കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലല്ല എല്ലാ കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അത് ഇവിടെ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് വാങ്ങിക്കുന്നതെന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം വിൽക്കുന്ന, പ്രൊഡക്റ്റിന് വില കൂട്ടി വിറ്റിട്ട് കാശ് മേടിക്കുന്ന കമ്പനികളായിരിക്കും. അതിന് പകരം ഹൈറിച്ച് ഇവിടെ പ്രൊഡക്റ്റിനൊക്കെ സെയിം വില, അല്ലെങ്കിൽ സെയിം വിലയല്ല, വില കുറച്ച് വിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വില കുറച്ച് വിൽക്കുന്ന, അതും നിത്യോപയോഗ സാധനങ്ങൾ, അങ്ങനെ ട്രഡീഷണലായിട്ട് നമുക്ക് എവിടെ പോയാലും വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, വാങ്ങിക്കാൻ പറ്റുന്ന അവിടെ കിട്ടുന്ന മാർക്കറ്റ് വിലയെക്കാളും വില കുറച്ച് വിൽക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഹൈറിച്ചിൻ്റെ ബിസിനസ് ഓപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ, ഈ നിത്യോപയോഗ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഒരിക്കലും കമ്പനിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഹൈറിച്ച് അഡ്വാൻസ് പേയ്മെൻറ്റിലൂടെ ഈ പൈസ വാങ്ങിക്കുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് അത് അഡ്വാൻസ് പേയ്മെൻറ്റ് റീകളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് റിട്രൈവ് ചെയ്യാൻ, നിങ്ങൾക്ക് അത് റിഡീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കമ്പനി തന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു പർട്ടിക്കുലർ അല്ല, ഒരു പറ്റാത്ത കാര്യമല്ല, നടക്കാത്ത കാര്യമല്ല, അത് നടക്കുന്നതാണെന്ന് ഹൈറിച്ച് പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കമ്പനി അതിൻ്റെ പൈസ മൊത്തം ഡെവലപ്മെൻറ്റിന് വേണ്ടിയും അതിൻ്റെ വരുമാനം കൊടുക്കുന്നതിന് വേണ്ടി, വരുമാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം വരുമാനം കൊടുക്കുമ്പോൾ ആ വരുമാനം കിട്ടുന്നവർ ആ ഒരു കമ്പനിയുടെ, അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ കമ്പനിയുടെ ബിസിനസ് പ്ലാനും ആ കമ്പനിയുടെ ലക്ഷ്യത്തെയും പ്രൊമോട്ട് ചെയ്യും. അതിലേക്ക് ആളുകൾ, കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ് കടന്നു വരും. ആ പാർട്ട്നേഴ്സ് കടന്നു വരുന്നതിന് അതിനുള്ള വരുമാനം ആ സിസ്റ്റത്തിൽ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയെയാണ് തട്ടിപ്പ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഓണർ അറസ്റ്റ് ചെയ്തേക്കുന്നത്. പൈസ കടത്തി, എങ്ങോട്ട് പൈസ കടത്തി? ഈ കമ്പനിയിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചേക്കുന്ന പൈസയല്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഈ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പനിയുടേതാണ്. നിങ്ങൾക്ക് അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ആ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തതിന് തക്കതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിൻ്റെ റിഡീം ചെയ്തെടുക്കാൻ വേണ്ടി കമ്പനി എന്താണോ നിങ്ങളോട് ഏതൊക്കെ പ്രൊഡക്റ്റിന് എങ്ങനെയൊക്കെ റിഡീം ചെയ്യാമെന്ന് ഇതിന് മുമ്പേ തന്നെ, നിങ്ങൾ ഈ പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലും ഉണ്ട്. അതങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊരു മൾട്ടി ലെവൽ സിസ്റ്റത്തിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇൻകമായിട്ട് റെഫറൽ ഇൻകം, റോയൽറ്റി, പിന്നെ ഇൻസെൻറ്റീവ്, ഇന്ന് ഇൻകങ്ങൾ മറ്റേത് കമ്പനികളും കൊടുക്കുന്ന, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി കൊടുക്കുന്ന ഇൻകങ്ങൾ നിങ്ങൾക്കും കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് കമ്പനി നിങ്ങൾക്ക് തരേണ്ട കാര്യം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി തന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ അതാണ് കമ്പനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനോടൊപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ, ആ പൈസ എന്ന് പറയുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത്. ഈ പ്രൊഡക്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ മൾട്ടി ലെവൽ കമ്പനി ആയതുകൊണ്ട് അതിൻ്റെ റോയൽറ്റി, മറ്റു കാര്യങ്ങൾ തരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഈ പൈസ എന്ന് പറയുന്നത് എന്താണ്? ഹൈറിച്ചിൻ്റെ പൈസയാണ്. കാരണം നിങ്ങൾക്ക് അതിനുള്ള തക്കതായ ആ വാല്യൂവിന് കമ്പനി
കമ്പനി എന്താണോ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, പ്രൊഡക്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രൊഡക്റ്റ് ഓൾറെഡി കമ്പനി ആ പ്രൊഡക്റ്റിൽ ഓരോ പ്രൊഡക്റ്റിലും റെഡീം വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ കണ്ടിട്ട് തന്നെയാണല്ലോ നിങ്ങൾ അതിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്ഷൻ. അപ്പോൾ എന്താണ് അപ്പം നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള സാധനം നിങ്ങൾക്ക് എപ്പോൾ വേണേലും വാങ്ങിക്കാം. അതായത് ഈ പൈസ കമ്പനിയുടെ സെയിലാണ്. അവരുടെ അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ്, നമ്മൾ സാധനത്തിൻ്റെ വിലയാണ് പൈസയായിട്ട് കൊടുത്തത്. അത് ഒന്നാമത് ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഇതിന് ഇങ്ങനെ കൊടുക്കുന്നു, എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റിനാണ്. നമ്മളെ ആരെയും ചതിക്കാനോ പറ്റിക്കാൻ വേണ്ടിയുള്ള കമ്പനി അല്ലല്ലോ. അത് വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു, ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നു എന്നതിൽ അപ്പുറമായിട്ട് വേറെ ഒന്നും ഒരു തെറ്റും ഈ കമ്പനി ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ്സിനെ നമ്മൾ എന്തിനാണ് ഇവന്മാരിങ്ങനെ ഈ പിടിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് കൊടീശ്വരന്മാർക്ക് വേണ്ടി മാത്രമാണ്, വേറെ ആർക്കും അല്ല. ഇതിൻ്റെ എന്താ പിന്നെ ഇതുകൊണ്ട് എന്താ ഈ കമ്പനി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെട്ടുകൊണ്ട് തടയപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുറച്ച് ഓൾറെഡി ഇങ്ങനെ ആളുകളെ പറ്റിച്ച് വലിയ പൈസയ്ക്ക് സാധനം വിറ്റ് ജീവിക്കുന്ന, വലിയ തുക കൈവശപ്പെടുത്തുന്ന പോയിട്ട് 1000 കോടി 10,000 കോടിയൊക്കെ വരുമാനമുള്ള കുറേ മുതലാളിമാർക്ക് ഉപകാരമുണ്ട്. ജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഗുണവുമില്ല. അപ്പോൾ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ തടഞ്ഞു വെച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ കോടീശ്വരന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കേസ് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനി തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കാരണം സർക്കാരിൻ്റെ ഈ പൈസയൊന്നുമില്ല നിങ്ങൾക്ക് തരാൻ. അത് ക്ലിയറാണ്. ഇത് എല്ലാവരും കൂടെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഒരു മണ്ണാങ്കട്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കംപ്ലയിൻറ്റും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം എല്ലാവർക്കും പൈസ കൊടുക്കണം. കാരണം ഗവൺമെൻറ്റിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാവില്ല. മാത്രമല്ല ഇത് കമ്പനി ഫ്രീസ് ചെയ്ത പൈസ മാത്രമല്ല ഇല്ലാത്തത്, അല്ലാണ്ട് പൈസയില്ല. അതുകൊണ്ട് തന്നെ ഇവർ പരമാവധി ഗവൺമെൻറ് എടുക്കാനേ നോക്കുള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ എന്തെല്ലാം വകയിൽ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുമോ ആ വകയിലൊക്കെ ഗവൺമെൻറ് അത് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈറിച്ച് തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പൈസ കൊടുത്തിരിക്കുന്ന നിങ്ങളെക്കാളും അവകാശം ഈ പൈസയ്ക്ക് ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട കംപ്ലയിൻറ്റ് ഇവർക്കെതിരെയാണ്, ഈ പൈസ തടഞ്ഞു വെച്ചിരിക്കുന്നവർക്കെതിരെയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട കംപ്ലയിൻറ്റ് ഇങ്ങനെയാണ്: എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം, ഞാൻ ഈ ഹൈറിച്ച് എന്ന കമ്പനിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസെൻറ്റീവ്, റോയൽറ്റി, റെഫറൽ ഇൻകം എന്നീ വരുമാനങ്ങളെല്ലാം നിലയ്ക്കും. എനിക്ക് വരുമാനമൊന്നുമില്ല. 1. 2, ഞാൻ ഈ കമ്പനിയിൽ പൈസ കൊടുത്തിരിക്കുന്നത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്ന പൈസയാണ്. സാധനങ്ങളിലായി അതായത് അതിൻ്റെ വാല്യൂ സാധനങ്ങളായി റെഡീം ചെയ്തെടുക്കാൻ പറ്റും. വലിയ പൈസ കൊടുത്തിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ എടുക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലാതെ അത് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടമല്ല. പിന്നെ പൈസ കൊടുത്തവന് സാധനം എത്ര രൂപയ്ക്കുള്ള സാധനം മേടിക്കണം, എപ്പം മേടിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവൺമെൻറ് അല്ല, അത് സ്വയമാണ്. അതിനുള്ള അവകാശം കൊടുത്തവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഇപ്പം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാനും പറ്റില്ല. സാധനം വാങ്ങിച്ചാലും ഈ പൈസ റെഡീം ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പനിയുടെ എല്ലാവിധ ഇടപാടുകളും എല്ലാവിധ അതിൻ്റെ വെബ്സൈറ്റ്, മറ്റേ ഈ ഓൺലൈൻ ഷോപ്പിയുടെ ബാങ്ക് അക്കൗണ്ട്, കമ്പനിയുടെ ഒരു സിസ്റ്റമാണ് ഇത് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഓരോ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സാധനം മേടിക്കുമ്പോഴേക്കിനും ആ കടക്കാരനല്ല പൈസ എടുത്ത് തരുന്നത്. അത് കമ്പനിയിലേക്ക് അത് സമർപ്പിക്കുമ്പോൾ ആ കമ്പനിയുടെ സിസ്റ്റത്തിൽ നിന്നാണ് ആ പൈസ കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റത്തില്ല. കാരണം കമ്പനിയുടെ അക്കൗണ്ട് എല്ലാം ഫ്രീസാണ്, കമ്പനിയുടെ നടപടികളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനവും ഇല്ല, നിങ്ങളുടെ വരുമാനവും തടയപ്പെട്ടു, നിങ്ങളുടെ സാധനം വാങ്ങി ഇത് റെഡീം ചെയ്തെടുക്കാനുള്ള അവകാശവും തടയപ്പെട്ടു. 2 അവകാശങ്ങൾ ഇല്ല. അപ്പോൾ ഇത് കമ്പനി നിയമപരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങളെ മറച്ചു പിടിച്ചാണ്. അതായത് ആളുകളെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന, പൈസ കൊടുത്തിരിക്കുന്ന ആളുകൾ ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ സ്വയം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൊടുത്ത പൈസയാണ്, നമുക്കതിന് വരുമാനവും കൃത്യമായിട്ട് കമ്പനി തരുന്നുണ്ട്. പക്ഷേ നമ്മളെ മറച്ചു പിടിച്ചിട്ട് നമ്മളെ കാണാത്ത രീതിയിലാണ് ഈ സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കാണാതെ നമ്മളെ മറച്ചു പിടിച്ചിട്ട് ഈ കമ്പനിയിലെ ഈ 2-3 ഇതിൻ്റെ ഓണേഴ്സിനെ മാത്രം കാണിച്ചിട്ട് അവർ നമ്മളെ പൈസ തട്ടിച്ചതാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാണ് ഈ കേസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ തിരിച്ച് കേസ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: നമ്മുടെ വരുമാനം നമ്മളത് നിയമപരമായിട്ട് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണ്. ഞാൻ ഇത്ര റെഡീം കൂപ്പണാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഞാൻ 10 റെഡീം കൂപ്പൺ വാങ്ങിച്ചു, ഞാൻ 20 റെഡീം കൂപ്പൺ മേടിച്ചു, ഞാൻ 30 റെഡീം കൂപ്പൺ മേടിച്ചു, അത് എൻ്റെ ഇഷ്ടമാണ്.
നിങ്ങൾക്കത് മേടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം അത് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് വാങ്ങിച്ചിരിക്കുന്നത്. അതിനകത്ത് ഗവൺമെൻറ് ഒന്നും പറയാനില്ല. അത് ഇപ്പോൾ ഈ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണ്ണം മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അത് എത്ര കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ അത് നിയമവിരുദ്ധമായിട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കരുതേ ഉള്ളൂ. അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, അത് കമ്പനിയുടെ കടമയല്ല. കമ്പനിയിലേക്ക് അത് കമ്പനിയുടെ കയ്യിലല്ല നിങ്ങൾ കൊടുക്കുന്നത്, ബാങ്ക് ത്രൂ ആണ്. അപ്പോൾ ബാങ്ക് ത്രൂ ഒരു പരിധിയിൽ കൂടുതൽ പൈസ വരുവാണെങ്കിൽ അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അന്വേഷിക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ 2 അവകാശങ്ങൾ, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ റോയൽറ്റി, നിങ്ങളുടെ റെഫറൽ ഇൻകം, നിങ്ങളുടെ ഇൻസെൻറ്റീവ് എന്നീ വരുമാനങ്ങൾ നിങ്ങൾ നിലച്ചു. മാത്രമല്ല നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള സാധനങ്ങളൊന്നും റെഡീം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് വാല്യൂ ഇല്ലാതെയാക്കി നിങ്ങളുടെ പൈസയെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. നിങ്ങളുടെ പൈസയ്ക്കുള്ള വാല്യൂ നിങ്ങൾക്കില്ല എന്നാണ് ഈ സിസ്റ്റം നിങ്ങളോടിപ്പോൾ പറയുന്നത്. അതിനെതിരെയാണ് നിങ്ങൾ കേസ് കൊടുക്കേണ്ടത്. അതാണ് നിങ്ങളുടെ കേസായിട്ട് വരേണ്ടത്. അപ്പോൾ ആ കേസിൽ പ്രതി ഹൈറിച്ച് അല്ല. കാരണം ഹൈറിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ തന്നുകൊണ്ടിരുന്നതാണ്. ആ തന്നുകൊണ്ടിരുന്ന ഈ സിസ്റ്റത്തെ ആ കമ്പനിയെ തടഞ്ഞു വെച്ച് തടഞ്ഞ് ആ ബാങ്ക് ഫ്രീസ് ചെയ്ത് ഇതെല്ലാം തടഞ്ഞു വെച്ചവരാണ് അത് നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് കംപ്ലയിൻറ്റ് പോകേണ്ടത്. അപ്പോൾ അതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതല്ലാതെ വേറെ വഴികളില്ല നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടാൻ. കാരണം അല്ലാതെ അത് ക്ലിയറാണ്. അത് വെള്ളം പോലെ, പച്ചവെള്ളം പോലെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. കമ്പനി തിരിച്ചു വരണം, പ്രതാപൻ സാറ് തിരിച്ചു വരണം, ഈ ബിസിനസ് തിരിച്ചു വരണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ നടക്കണം. എന്നാലേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ മൂല്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വരുമാനം കിട്ടി നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് തക്കതായ മൂല്യത്തിൽ വരുമാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിലും ഈ കമ്പനി തിരിച്ചു വരണം. ഓക്കെ, ബിസിനസ് നടക്കണം. എന്തിനാ ബിസിനസ് നടക്കട്ടെന്നേ, ബിസിനസ് നടക്കട്ടെ. അല്ലാതെ ഇവനൊന്നും പൂഴ്ത്തി വെച്ചിട്ട് അങ്ങനെ ആളായി ഞെളിഞ്ഞ് നടക്കണ്ടെന്നേ. എന്തിനാ? നിങ്ങൾ കേസ് കൊടുക്കുക, ഞാൻ പറഞ്ഞ പോലെ കേസ് കൊടുക്കുക.